ഹലോ, എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു മോക്ക് ടെസ്റ്റാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്ത് നിന്നിട്ട് 4ഓളം മോക്ക് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതൊരു 5ാമത്തെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരം കളയാതെ നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലഹരി വസ്തുക്കളുടെ വിവരം പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി സിറ്റി പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഓപ്ഷൻ ബി യോദ്ധാവാണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യം, നിലവിലെ നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി FMFL അളവ് എത്രയാണ്? FMFL എന്ന് പറഞ്ഞാൽ എന്താ? വിദേശ നിർമ്മിത വിദേശ മദ്യമാണ് FMFL. ഓക്കെ അല്ലേ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നിലവിലെ നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി FMFLന്റെ അളവ് എത്രയാണ്? FMFL എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ നിർമ്മിത വിദേശ മദ്യമാണ് അല്ലേ. അത് എത്രയാണ് കൈവശം വയ്ക്കാൻ പറ്റുക? എത്രയാണ്? 2.5 ലിറ്റർ അല്ലേ. ഓപ്ഷൻ സി 2.5 ലിറ്റർ. ഇതിൻ്റെ കൂടെ കുറച്ച് പഠിക്കാൻ വേറെയും കൂടി ഉണ്ടല്ലോ. ഏതൊക്കെയാ? ബിയർ അല്ലേ. ബിയർ എത്രയാണ്? ബിയർ 3.5 ലിറ്റർ അല്ലേ. ബിയർ 3.5 ലിറ്ററാണ് കൈവശം വയ്ക്കാൻ പറ്റുക. അതുപോലെ തന്നെ വൈൻ ഉണ്ട്. വൈൻ എത്രയാണ്? അതും 3.5 ലിറ്റർ അല്ലേ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയത് ഏതാ? കള്ള് എത്രയാണ്? കള്ള് 1.5 ലിറ്റർ അല്ലേ. ഓക്കെ, ഇതുകൂടെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ IMFL ഉണ്ട്. IMFL എത്രയാണ്? 3 ലിറ്റർ. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവുകൾ പഠിച്ചു വെക്കേണ്ടത്. ബിയർ ആണെങ്കിൽ 3.5 ലിറ്റർ, വൈൻ ആണെങ്കിൽ 3.5 ലിറ്റർ, കള്ളാണെങ്കിൽ 1.5 ലിറ്റർ, IMFL ആണെങ്കിൽ 3 ലിറ്റർ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പൊതുസ്ഥലത്തെ മദ്യപാനം തടയുന്നതുമായി ബന്ധപ്പെട്ട് കേരള അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി 15C. പൊതുസ്ഥലത്തെ മദ്യപാനം തടയുന്നതുമായി ബന്ധപ്പെട്ട കേരള അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? 15C ആണ് അല്ലേ. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ശിക്ഷ പഠിക്കണം. ഓക്കെ, 15Cൻ്റെ ശിക്ഷ പഠിക്കണം. എന്താണ് 15Cൻ്റെ ശിക്ഷ? 5000 രൂപയാണ് അല്ലേ. 5000 രൂപ അല്ലെങ്കിൽ എന്താണ്? 2 വർഷം തടവ് അല്ലെങ്കിൽ രണ്ടും കൂടിയും. ഓക്കെ അല്ലേ. ഇതാണ് ഇവിടുന്ന് പഠിക്കാനുള്ളത്. നാലാമത്തെ ചോദ്യം, കോട്ട്മ ആക്ട് പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിച്ച് ലഭിക്കാവുന്ന പരമാവധി പിഴശിക്ഷ എത്രയാണ്? എത്ര രൂപയാണെന്നാണ് ചോദിച്ചത്. എത്രയാണ്? 200 രൂപ. അഞ്ചാമത്തെ ചോദ്യം, ചാരായത്തിന് നിർവചനം നൽകുന്ന കേരള അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? ചാരായത്തിന് നിർവചനം നൽകുന്ന കേരള അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ. സെക്ഷൻ 3 അതിൽ സബ്സെക്ഷൻ 6A ചാരായത്തിന് നിർവചനം നൽകുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 3(6) എന്താ? സെക്ഷൻ 3(6) എന്താണ്? 3(6) എന്താണ്? അബ്കാരി ഇൻസ്പെക്ടറാണ്. അബ്കാരി ഇൻസ്പെക്ടറിനെ കുറിച്ചുള്ള നിർവചനമാണ് 3(6). അതുപോലെ തന്നെ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 3(8) പഠിക്കാനുണ്ട്. 3(8) എന്താ? കള്ളിൻ്റെ നിർവചനമാണ് 3(8). അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ് 3(9) എന്താ? സ്പിരിറ്റിൻ്റെ നിർവചനമാണ് 3(9). സ്പിരിറ്റിൻ്റെ നിർവചനമാണ്. ഓക്കെ അല്ലേ. ഇത്ര പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ആറാമത്തെ ചോദ്യം, FL1 വിദേശ മദ്യ വിൽപ്പനശാലകളിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വാങ്ങാൻ കഴിയുന്ന മദ്യത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 180 ml ആണ് അല്ലേ. ഏഴാമത്തെ ചോദ്യം, വിമുക്തി മിഷൻ്റെ സോൺ കൗൺസിലിംഗ് സെൻ്ററുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാം ജില്ലകളിലാണ് വിമുക്തി മിഷൻ്റെ സോൺ കൗൺസിലിംഗ് സെൻ്ററുകൾ സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ സി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് വിമുക്തി മിഷൻ്റെ സോൺ കൗൺസിലിംഗ് സെൻ്ററുകൾ സ്ഥിതി ചെയ്യുന്നത്. വിമുക്തി മിഷൻ നിലവിൽ വന്ന വർഷം ഏതാ? 2016 ആണ് അല്ലേ. ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിമുക്തി മിഷന് എത്ര അഡിക്ഷൻ സെൻ്ററുകളുണ്ട് വിമുക്തി മിഷൻ്റെ കീഴിൽ? 14 അല്ലേ. ഓരോ ജില്ലയിലും ഓരോ അഡിക്ഷൻ സെൻ്ററുകളുണ്ട് അല്ലേ.
അതും അതിൻ്റെ ഒപ്പം കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. 8ാമത്തെ ചോദ്യം, കേരള എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി ഡി അഡിക്ഷൻ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഓപ്ഷൻ ബി 144 05. 144 05. 9ാമത്തെ ചോദ്യം, അബ്കാരി ആക്ട് ഏത് സെക്ഷൻ പ്രകാരമാണ് വാറണ്ട് നൽകാൻ എക്സൈസ് കമ്മീഷണറെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? സെക്ഷൻ 30. ഓപ്ഷൻ ഡി സെക്ഷൻ 30 ആണ് അബ്കാരി ആക്ട് പ്രകാരം വാറണ്ട് നൽകാൻ എക്സൈസ് കമ്മീഷണറെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. 10ാമത്തെ ചോദ്യം, അബ്കാരി ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ വകുപ്പിന്റെ മൊത്തത്തിലുള്ള നിയന്ത്രണവും അബ്കാരി റവന്യൂ പിരിക്കാനുള്ള അധികാരവും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? സെക്ഷൻ 4. ഓപ്ഷൻ ഡി സെക്ഷൻ 4 ആണ്. 11ാമത്തെ ചോദ്യം, അബ്കാരി ഉദ്യോഗസ്ഥയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും വാറണ്ട് കൂടാതെ വീടുകൾ പരിശോധിക്കാൻ അധികാരം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ വകുപ്പ് 31. 12ാമത്തെ ചോദ്യം, ഏതു വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കോട്ട്പ സെക്ഷൻ 6 പ്രകാരം നിരോധിച്ചിരിക്കുന്നത്? ഏതാണ്? 18 വയസ്സ് അല്ലേ? 18 വയസ്സിന് താഴെയുള്ളവർക്ക് വിൽക്കുന്നതാണ് കോട്ട്പ ആക്ട് പ്രകാരം സെക്ഷൻ 6 പ്രകാരം സെക്ഷൻ 6 പ്രകാരം നിരോധിച്ചിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പൊതുസ്ഥലമായി പരിഗണിക്കാത്തത് ഏത്? ഏതാണ് പൊതുസ്ഥലമായിട്ട് പരിഗണിക്കാത്തത്? ലൈബ്രറി ആണോ, കോടതിയാണോ, സ്വകാര്യ വീടാണോ, ആശുപത്രിയാണോ? ഓപ്ഷൻ സി സ്വകാര്യ വീട് അല്ലേ? കോട്ട്പ ആക്ട് സെക്ഷൻ 4 പ്രകാരം പൊതുസ്ഥലം എന്നതിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ആശുപത്രി പൊതുസ്ഥലമാണ്, റെയിൽവേ സ്റ്റേഷനുകൾ പൊതുസ്ഥലമാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുസ്ഥലമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം. 15ാമത്തെ ചോദ്യം, കോട്ട്പ ആക്ട് പ്രകാരം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ലാത്തവരുടെ പ്രായം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഒരു വേറെ മോഡലാണ്. ആൻസർ ബി 18 വയസ്സിന് താഴെ. കോട്ട്പ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2003 അല്ലേ? ലൈസൻസ് റദ്ദാക്കാനുള്ള അധികാരം ആർക്കാണ്? മദ്യം വിൽക്കാനൊക്കെ ഉള്ള ലൈസൻസ് റദ്ദാക്കാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന എക്സൈസ് വകുപ്പിനെയാണ്. ഓപ്ഷൻ സി സംസ്ഥാന എക്സൈസ് വകുപ്പിനെയാണ് ലൈസൻസ് റദ്ദാക്കാനുള്ള അധികാരമുള്ളത്. മദ്യ ലൈസൻസ് സാധാരണയായിട്ട് എത്ര ഇടവേളയ്ക്ക് ശേഷം പുതുക്കണം, അല്ലെങ്കിൽ എത്ര ഇടവേളയ്ക്ക് പുതുക്കണം? എത്രയാണ്? ഓരോ വർഷവും അല്ലേ? 18. ഓപ്ഷൻ സി ഓരോ വർഷവുമാണ് മദ്യ ലൈസൻസ് സാധാരണയായിട്ട് പുതുക്കേണ്ട ഇടവേള. 19ാമത്തെ ചോദ്യം, മദ്യ ലൈസൻസ് പുതുക്കാൻ അപേക്ഷിക്കേണ്ടത് എപ്പോഴാണ്? കാലാവധി കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിലാണോ, അല്ല കാലാവധിക്ക് മുൻപ് 30 ദിവസത്തിനാണോ, കാലാവധി കഴിഞ്ഞ് 15 ദിവസത്തിനാണോ, ഏതെങ്കിലും സമയത്താണോ? ഏതാണ്? കാലാവധി കഴിയുന്നതിന് 30 ദിവസം. ഓപ്ഷൻ ബി കാലാവധി കഴിയുന്നതിനു 30 ദിവസം മുമ്പ് കേട്ടോ. മദ്യ ലൈസൻസ് പുതുക്കാൻ അപേക്ഷിക്കേണ്ടത് എപ്പോഴാണ്? കാലാവധി കഴിയുന്നതിന് 30 ദിവസം മുൻപ്. 20ാമത്തെ ചോദ്യം, കേരള എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരാണോ, കോഴിക്കോടാണോ, പാലക്കാടാണോ, തിരുവനന്തപുരത്താണോ? ഓപ്ഷൻ എ തൃശ്ശൂരാണ് കേരള എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അബ്കാരി ആക്ടിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് 23 വയസ്സ് അല്ലേ? അത് ഓർത്ത് വെച്ചേക്കണം. 23 വയസ്സ് എന്താ? 23 വയസ്സിൻ്റെ എന്താണ് അവിടെ പറയുന്നത്? എന്താണ്? അബ്കാരി നിയമപ്രകാരം കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? 23 വയസ്സ്. അതുപോലെ തന്നെ വേറെ ചോദ്യം കൂടി ഉണ്ട് അല്ലേ? കേരളത്തിൽ ഒരാൾക്ക് മദ്യം വിൽക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ്? അതും 23 വയസ്സാണ് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നന്നായിട്ട് റിവിഷൻ ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും മറ്റ് GK ടോപ്പിക്സ് ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.